ജീവിതശൈലി മാറ്റൂ, കരളിനെ സംരക്ഷിക്കാം. മദ്യപാനശീലം ഇല്ലാത്തവരിലും ഇന്ന് കരൾ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നത് ഗൗരവകരമായ ഒരു യാഥാർത്ഥ്യമാണ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അഥവാ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റീറ്റോട്ടിക് ലിവർ ഡിസീസസ് ഇന്ന് ലോകമെമ്പാടും ഒരു നിശബ്ദ മഹാമാരിയായി പടരുകയാണ്. ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ തുഷാർ മഡേഗ നൽകുന്ന മുന്നറിയിപ്പുകൾ പ്രകാരം കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം നമ്മുടെ തെറ്റായ ജീവിതശൈലിയും ഭക്ഷണരീതിയുമാണ്. തുടക്കത്തിൽ കാര്യമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കില്ല എന്നതാണ് ഈ രോഗത്തെ അപകടകാരിയാക്കുന്നത്. എങ്കിലും ശരീരം നൽകുന്ന ചില ചെറിയ സൂചനകൾ ശ്രദ്ധിച്ചാൽ രോഗം നേരത്തെ തിരിച്ചറിയാം. വിശ്രമിച്ചാലും മാറാത്ത അമിതമായ ക്ഷീണം, വയറിന്റെ വലതുഭാഗത്ത് മുകളിലായി അനുഭവപ്പെടുന്ന നേരിയ വേദനയോ ഭാരമോ, നിരന്തരമായി ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങളും വയറുവീർക്കലും കരൾ ആരോഗ്യത്തിൽ വന്ന മാറ്റങ്ങളുടെ സൂചനയാകാം. ടൈപ്പ് 2 പ്രമേഹമുള്ളവർ, അമിതഭാരമുള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഉള്ളവർ, വ്യായാമം കുറഞ്ഞ ജീവിതശൈലി നയിക്കുന്നവർ എന്നിവർക്കാണ് ഈ രോഗം വരാൻ കൂടുതൽ സാധ്യതയെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. രോഗം സങ്കീർണമാകുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും മാറ്റം വരുത്തിയാൽ ഈ അവസ്ഥയെ ഫലപ്രദമായി പ്രതിരോധിക്കാം. എണ്ണമയുള്ള ഭക്ഷണങ്ങളും മധുരവും നിയന്ത്രിക്കുക. നാരുകൾ അടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി കഴിക്കുക എന്നിവ ശീലമാക്കണം. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് കരളിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നവർ വൈകാതെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റോ അൾട്രാസൗണ്ട് സ്കാനിംഗ് ടെസ്റ്റ് നടത്തി കരളിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്.